ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ചെറിയ വീഡിയോയിലൂടെ വീണ്ടും നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ തോരൻ്റെ റെസിപ്പിയാണ്. തോരനിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ. അതായത് ക്യാരറ്റ് വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ല, അത് മധുരമായുണ്ട്. നല്ല ക്യാരറ്റിൻ്റെ കൂടെ കുറച്ച് മുട്ടയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റിൽ ഈ തോരൻ ഉണ്ടാക്കാം. ഇനി മുട്ട നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ ക്യാരറ്റിൽ മുട്ട ചേർക്കുന്ന ഭാഗം വരുമ്പോൾ അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ചോപ്പറിലാണ് ഞാൻ ചോപ്പ് ചെയ്തത്. ഉരുളി ചൂടാകുമ്പോൾ ലേശം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഇഞ്ചി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനൊരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് ഈ ക്യാരറ്റ് ഇച്ചിരി മധുരം ഉള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവുള്ള പച്ചമുളകാണെങ്കിൽ നോക്കിയും കണ്ടൊക്കെ വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര എരിവായിട്ട് കഴിക്കാൻ പറ്റാതാവും കേട്ടോ. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് 1/2 കൈപ്പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തു. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് നമ്മൾ ഉരുളിയുടെ നടുക്കോട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചിട്ട് ഒരു അടപ്പ് വെച്ച് നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്, തീ കുറച്ച് വെച്ചാൽ മതി. ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടപ്പൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ലേശം ഉപ്പൂടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് 1 മുട്ടയോ 2 മുട്ടയോ ചേർത്ത് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ അങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മുട്ട നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് ഈ തോരൻ കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സൂപ്പറായിട്ടുള്ള അടിപൊളി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.